വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. റിവ്യൂ എന്ന് പറഞ്ഞ ഒരു ക്രീമിൻ്റെ റിവ്യൂ ആണ്. ക്രീം എന്ന് പറഞ്ഞത് വൈറ്റനിങ് ക്രീം, വെളുക്കാൻ തേച്ചിട്ട് പാറ അങ്ങനത്തെ പരിപാടിയൊന്നും എൻ്റെ ചാനലിലില്ല. നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എന്താ പറയുക സ്കിൻ കെയർ മേക്കപ്പിൻ്റെയൊക്കെ വീഡിയോസൊക്കെ പണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തീരെ ഇല്ല. ഇപ്പം അതിനിപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. സോ ഓക്കെ, നമുക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ക്രീം എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയറിൽ പെട്ട ഒരു നൈറ്റ് ക്രീമാണ് ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഒരു 2 months ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്, വാങ്ങിച്ചിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കി ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് തന്നെ. ആൻഡ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലത്തെ ടാനൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടും. ആൻഡ് ഇതിൻ്റെ ഫൈനൽ റിവ്യൂ നമ്മളെല്ലാവരും ഇത് വാങ്ങി യൂസ് ചെയ്യാൻ പാടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. സോ നമുക്ക് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. ഒലേ നാച്ചുറൽസിൻ്റെ നൈറ്റ് ക്രീമാണിത്. നാച്ചുറൽ ഓറ 7-in-1 നൈറ്റ് നറിഷിങ് റിപ്പയർ ക്രീം ഒലയുടെ. ഈ സാധനമാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയത്. ഇത് രാത്രി യൂസ് ചെയ്ത് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാനൊക്കെ വന്ന് ഒരുമാതിരി ഒട്ടും സ്കിന്ന് ശ്രദ്ധിക്കാതെ അങ്ങനെയുള്ള ടൈമിൽ നമുക്കിത് ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തിട്ട് കിടക്കാം. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ വരെ ഞാൻ ഇങ്ങനെയുള്ള ഒരു ഐറ്റവും കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ സ്കിന്നിൽ ഞാൻ ഒട്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു കുറച്ച് ടൈമായിട്ട്. അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ടാനും ഡൾനെസ്സൊക്കെ ഭയങ്കര കൂടുതലുണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ല എന്നല്ല, ഇത് യൂസ് ചെയ്യണ മുന്നേ വരെ. പിന്നെ ഞാനിത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ഫസ്റ്റ് മന്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയ അന്നത്തെ ദിവസമൊന്നും നമുക്ക് ഒരു റിസൾട്ടും കാണില്ല, എനിക്ക് കണ്ടില്ല എൻ്റെ സ്കിന്നിൽ. ആൻഡ് ഞാനിത് കണ്ടിന്യൂസ് യൂസ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു ഡിഫറൻസും ഇല്ലാതെ തേച്ചിട്ട് 2 weeks കഴിഞ്ഞു. 3rd വീക്കൊക്കെ കഴിയാറായപ്പോൾ എനിക്ക് ചെറുതായിട്ട് എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റനായിട്ട് വരുന്ന പോലെ ഫീൽ ചെയ്തു. അതിൻ്റെ ഒരു ടാൻ അടിച്ചിട്ടുള്ള ഡള്ളായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരുമാതിരി ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് നേരെ ആയ പോലെ തോന്നി. അതായത് ഷെയ്ഡ് മാറിയെന്നോ കളർ വെച്ചോ എന്നല്ല ഉദ്ദേശിച്ചത്. കളർ വെക്കാനും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഷൈനിങ് പോലെ നമ്മുടെ ഒരു പഴയൊരു സ്കിന്നിലോട്ട് വരുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 month ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഡിഫറൻസ് എന്നെ കാണുന്നവർക്കും അങ്ങനെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 1 month ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനിത് പിന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഞാനത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ആൻഡ് മെയിനായിട്ട് എനിക്കിത് വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനെന്ത് ചോദിച്ചാൽ 2nd month, 1st month കണ്ടിന്യൂസ് ഏകദേശം യൂസ് ചെയ്തിട്ടുണ്ടാവും. 2nd month ആയത് ഞാൻ ഈ സംഭവം ഇടവിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം യൂസ് ചെയ്യും, പിന്നെ അടുത്ത ദിവസം യൂസ് ചെയ്യില്ല, പിന്നെ അത് 2 ദിവസം 3 ദിവസം യൂസ് ചെയ്യില്ല, പിന്നെ ഒരു ദിവസം യൂസ് ചെയ്യും. അങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് തീരെ ഇടയ്ക്ക് യൂസ് ചെയ്യാതായി. പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും യൂസ് ചെയ്യും. ഇപ്പം ഞാൻ അധികം യൂസേജ് ചെയ്യലില്ല. കാരണം അത് ഞാൻ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ചുമ്മാ റിവ്യൂക്ക് വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ച സാധനമാണ്. ഇത് നോക്കൂ, ഇപ്പം ഇത്രയും ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഇത്രയും വന്നത് കേട്ടോ. കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയൊന്നും ഇത് വരില്ല. ആൻഡ് ഇതിൻ്റെ റേറ്റും കുറച്ചധികമാണ്. നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ഇത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ 400 എബോവ് അങ്ങനെ ഉണ്ട്. 400-450 അടുത്ത് വരും ഈ സാധനത്തിന്. അവിടെ ഓരോ റേറ്റാണ്. ഓൺലൈനിലും കടയിലും ഒക്കെ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസോ അല്ല അങ്ങനെ ആക്റ്റീവായിട്ടുള്ള വേറെ അങ്ങനെ പ്രശ്നങ്ങളോ ഇറിറ്റേഷനോ ചൊറിച്ചിലോ റെഡ്നെസ്സോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ സ്കിന്നിൽ ഇത് ഫസ്റ്റ് ഡേ മുതൽ ഇപ്പം വരെ എനിക്കൊരു വിഷയമില്ല. ഇന്നലെ ഒന്നും ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കുറേ ദിവസമായി ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ. ആൻഡ് ഇനി ഇത് ഞാൻ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇല്ലയെന്ന് തോന്നുന്നു. കാരണം നമുക്കിനി വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യാൻ വിചാരിക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇത്തിരി ബാക്കിയുണ്ട്. അതും കൂടെ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്തിട്ട് അതിങ്ങനെ മെല്ലെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ പഴയ പോലത്തെ റിസൾട്ട് ഉണ്ടാവില്ല. ആൻഡ് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഇത് വെളുക്കാൻ വേണ്ടിയിട്ട് തേക്കേണ്ടതല്ല. തേച്ചത് നിങ്ങൾ നല്ല വെളുത്ത് അങ്ങോട്ട് ഒന്നുമല്ല. വെളുക്കാനുള്ള സാധനങ്ങൾ വേറെ ഉണ്ട്. ഗ്ലൂട്ടോതയോൺ
അല്ലെങ്കിൽ വേറെ കുറേ വൈറ്റനിങ് ക്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ സൈഡിലേക്ക് ഇപ്പോൾ പോണില്ല. ഇത് വൈറ്റനിങ് ക്രീമായിട്ട് കൂട്ടാൻ പറ്റില്ല. കുറേ ആൾക്കാർ ഇതിനെ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ഗ്ലാമി ഗംഗ അവരുടെയൊക്കെ ചാനലിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ സ്കിന്നിൽ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഒന്നും ഇതിന് പറയാനൊന്നും പറ്റില്ല. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. ഇനി മേ ബി ചിലപ്പോൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവാം കേട്ടോ, അങ്ങനെയും ഉണ്ടാവാം. ഇത് ഞാൻ ഇപ്പം കുറച്ചല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ, അപ്പം അങ്ങനെ. പിന്നെ ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് ചോദിച്ചാൽ അത് അവരവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ ഈ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അതുപോലെ നോക്കുക. ആൻഡ് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ളത് വായിച്ചു നോക്കുക. നിങ്ങളുടെ സ്കിന്നിൽ വേറെ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കുരുക്കളൊക്കെ കുരു വരുന്ന അങ്ങനത്തെ സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ മാക്സിമം നോക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ രാത്രി ആയാലും അങ്ങനെ ഏത് ക്രീം ഇങ്ങനെ യൂസ് ചെയ്ത് കിടന്നാലും നമ്മളൊന്ന് മോർണിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. വെയിലത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീനൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിന് വേണ്ടിയിട്ടല്ല, ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ചെറിയൊരു സൺസ്ക്രീനൊക്കെ പറ്റുകയാണെങ്കിൽ പുറത്ത് പോകുമ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെന്താ പറയാനുള്ളത് ഇതിൽ? ഓവറോൾ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കിതിൽ ഇത് യൂസ് ചെയ്തിട്ട് യാതൊരു വിധത്തിലുള്ള ഇറിറ്റേഷനോ ഡാമേജോ ഒന്നും ഉണ്ടായില്ല. ചെറിയൊരു ബ്രൈറ്റ്നെസ്സും ഒരു ഇതും ഉണ്ടായി എൻ്റെ ഫേസിൽ. അത് കാരണം എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയ പ്രൊഡക്റ്റാണ്. ഓവർ ഹൈപ്പൊന്നും ഞാൻ കൊടുക്കുന്നില്ല, കാരണം അതിന് മാത്രം വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. സോ ഒരു റിവ്യൂ എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ്. ഞാൻ എവിടെയും ഈ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ തള്ളി പറിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ സ്കിന്നിൽ ഇതിങ്ങനെയാണ് വർക്കൗട്ട് ആയത്. ആൻഡ് നിങ്ങൾ ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ പറയാം. ഈ സാധനം ഇങ്ങനെയാട്ടോ ഉള്ളത്, ഇതിൻ്റെ റിവ്യൂ പറയാം. ഇത് കുറേ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഈസി ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ നൈക്കിലും എല്ലാത്തിലും ഉണ്ട് തോന്നുന്നു എനിക്ക്. നൈക്ക, പേർപ്പിൾ എല്ലാത്തിലും ഉണ്ട്. അങ്ങനെ അങ്ങനെ സോ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.